Morning students. So hope you all are very fine and we can move to the today's topic, MOOC platforms in India. In the last class we have seen about the different online courses which are available. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയത് മൂക്കിനെ കുറിച്ചിട്ടാണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. കാരണം അതാണിപ്പോൾ ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ സിറ്റുവേഷന് ഏറ്റവും അനുയോജ്യമായ ക്ലാസ്സിലാണ് നമ്മൾ വെർച്വൽ ക്ലാസ് റൂംസ് ഡെവലപ്പ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ വി ആർ ഇമാജിനിങ് ദാറ്റ് യു പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് us. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ ഓൺലൈൻ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈവറ്റായിട്ട് ജോലിക്ക് പോകുന്നവരുണ്ട്, അതേപോലെ തന്നെ പഠിക്കാൻ അതർ കോഴ്സസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സമയത്തിനോട് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്ട്രാ എഫേർട്ടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ പ്രൈവറ്റ് കോഴ്സസ് എന്ന് പറയുന്നത്. സോ ഓൺലൈൻ കോഴ്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണോ ദേ ആർ ഗെറ്റിംഗ് ടൈം അതിനനുസരിച്ച് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. ചിലർക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വർക്ക് ഉണ്ടായിരിക്കുക, ചിലർക്ക് കാലത്ത് മാത്രമായിരിക്കും വർക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീ ടൈം കിട്ടുന്ന നേരം അവരത് വെറുതെ കളയാതെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഓൺലൈൻ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾ ആർ ഗോയിങ് ഓൺലൈൻ ബിക്കോസ് ഓഫ് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ കോഴ്സസിനെയും ഓൺലൈൻ ക്ലാസ്സസിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയണം ഇനി എന്തൊക്കെ പ്ലാറ്റ്ഫോമുകളുണ്ട്, ഏതൊക്കെ രീതിയിൽ നമുക്ക് വി ക്യാൻ ഗിവ് ഈ കണ്ടൻറ്റ് ടു ദി സ്റ്റുഡൻസ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി ടുഡേയ്സ് ടോപ്പിക്, MOOC platforms in India. So many initiatives have been taken by the government to provide the concept of open education. Open education കൊണ്ടുവരാനായിട്ട് കുറേ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. The government has taken various steps so far to bring on online courses. അങ്ങനെ കൊണ്ടുവരാനായിട്ട് അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. സോ IGNA വാസ് ദി ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ പല യൂണിവേഴ്സിറ്റീസും കുറേശ്ശെ അവരും ഓൺലൈൻ കോഴ്സസ് കൊണ്ടുവരാനായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും എല്ലാവരും ദേ ആർ ഗോയിങ് ഓൺലൈൻ. പിന്നെ അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൽ വരുന്നത് അവർക്കൊരു എന്താ പറയുക, ഒരു ആഫ്റ്റർ 10th സ്റ്റാൻഡേർഡ് ഗേൾസ് ആർ നോട്ട് സപ്പോസ് ടു ഗോ ഔട്ട് ഫോർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആഫ്റ്റർ +2 ദേ ആർ നോട്ട് അലൗഡ് ടു ഗോ ഫോർ ദി ഹയർ എഡ്യൂക്കേഷൻ. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. സോ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. സോ അവരുടെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഗേൾസിനെ നമ്മൾ പുറത്തേക്ക് വിട്ടില്ലെങ്കിലും ദേ ക്യാൻ എഡ്യൂക്കേറ്റ് വിത്തിൻ ദി 4 walls എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പല റൂറൽ പ്ലേസിലുള്ള ആൾക്കാർക്കും, റൂറൽ ഏരിയാസിൽ, റൂറൽ വില്ലേജസിലൊക്കെ ഉള്ള ആൾക്കാർക്കായാലും റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാരായാലും അവർക്കും പല കോഴ്സസ് ജോയിൻ ചെയ്യാനും പല കാര്യങ്ങൾ പഠിക്കാനും അറിയാനും സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓൺലൈൻ കോഴ്സസ് നമുക്ക് ഓഫർ ചെയ്യുന്നൊരു ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ
അവരിനെയാണ്, നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. കാരണം ഒരു പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് അവരുടെ ഡ്രീമിൽ മാത്രം നിൽക്കുന്നൊരു കാര്യമാണ്. സോ വി ആർ റെഡി ടു ഫുൾഫിൽ ദ ഡ്രീംസ് എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഓൺലൈൻ കോഴ്സസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. സോ അപ്പോൾ അവർക്കും എന്ത് ചെയ്യാം, മൊബൈൽ ചിലപ്പോൾ വെറും ഡംപ് മൊബൈൽ ഉണ്ടായാൽ മതി, വെറും ഒരു സാധാരണ ഒരു മൊബൈൽ ഉണ്ടായാൽ മതി, നമുക്ക് ഹൈടെക് മൊബൈൽ തന്നെ വേണമെന്ന് പോലും ഇല്ല. സോ ഇതിൽ പലതരം പ്ലാറ്റ്ഫോംസ് വി ആർ പ്രൊവൈഡിങ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇവിടെ നമുക്കറിയാം, നമ്മളിതിൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് റെപ്പോസിറ്ററീസിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് യു മീൻ ബൈ റെപ്പോസിറ്ററീസ്? കേട്ടിട്ടുണ്ടോ? റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് കലവറയാണ്. കലവറ എന്തിൻ്റെ കലവറയാണ്? അത് ഈസ് റിസോഴ്സസ്, ഇൻഫർമേഷൻ, നോളജ് റിസോഴ്സസ്, ഇതിൻ്റെയൊക്കെ ഒരു കലവറയാണ് വി കോൾ ഇറ്റ് ആസ് റെപ്പോസിറ്ററി. സോ എനി പേഴ്സൺ has developed any software, നമ്മൾ എപ്പോഴും പറയും to keep one copy in the repository. അപ്പം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഇഷ്ടംപോലെ ഒരുവിധം ആൾക്കാരൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവരുടെ യൂസ് അനുസരിച്ച്, അവരുടെ നീഡ് അനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ സോഫ്റ്റ്വെയറും നമ്മൾ റെപ്പോസിറ്ററീസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ഫോർ വാട്ട് പർപ്പസ്? നമ്മൾ റെപ്പോസിറ്ററിയിൽ ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനീസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ആ സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റെഡിലി അവൈലബിൾ ഇൻ ദി റെപ്പോസിറ്ററീസ്. അപ്പോൾ റെപ്പോസിറ്ററീസിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഇൻഫർമേഷൻസ്, ഡാറ്റ, സോഫ്റ്റ്വെയർ കോപ്പീസ്, ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ ഓൺലൈനിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതേപോലെ തന്നെ ലൈബ്രറികൾ കണക്ട് ചെയ്യുക, ഓൺലൈൻ ലൈബ്രറി സെറ്റ് ചെയ്യുക, ഡിജിറ്റൽ ലൈബ്രറികൾ, പിന്നെ അത് പതുക്കെ എന്താ ചെയ്യുന്നത്, എല്ലാം കൂടി കണക്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. ഓക്കെ, നിങ്ങൾക്കറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനിഷ്യേറ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇനിഷ്യേറ്റീവ് നമുക്ക് ശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ശിക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്കൂൾസിൽ മെയിനായിട്ട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനായിട്ട്. അത് എന്താ പറയുക, മെയിനായിട്ട് CBSE സ്കൂൾസിലായിരുന്നു. വിദ്യാവാഹിനി നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു പേരാണ്. വിദ്യാവാഹിനി എന്ന് പറയുന്നത് റൂറൽ സ്കൂൾസിന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ നോർമൽ സ്കൂൾസിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ it is ഓരോ പ്ലാനുകളും ഗവൺമെൻറ് ഹാസ് ടേക്കൺ ആൻഡ് they have forwarded, and now we are in the stage of giving everything online. ഈവൻ മാർക്കറ്റിംഗ് ഓൺലൈനിൽ വന്നു കഴിഞ്ഞു, ക്ലാസ്സുകൾ ഓൺലൈനിൽ വന്നു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ഓൺലൈനിലെത്തി. അതായത് നമ്മളെവിടെയാണോ അവിടെ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് ഓൺലൈൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. where you are, stay there and you can learn. where you are, stay there, you can purchase. അങ്ങനെ ദറ്റ് ഈസ് കംപ്ലീറ്റ്, അതിൻ്റെ ഒരു കാര്യങ്ങൾ തന്നെ മാറി മറിഞ്ഞു എന്ന് പറയും. കംപ്ലീറ്റ് ചേഞ്ചാണ്, ഒരു ടോട്ടൽ ചേഞ്ചാണ് ഓവറോൾ എല്ലാ കാര്യങ്ങളിലും വന്നിട്ടുള്ളത്. ഓക്കെ, സോ here we will see that many learners, as much as possible, some of the common programs in this direction are, many programs നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനിഷ്യേറ്റീവായിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എർനെറ്റ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. നിങ്ങൾ മുമ്പ് നിങ്ങളുടെ +1 +2 കോഴ്സസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എർനെറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്കാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? കണക്റ്റിംഗ് വേരിയസ് കോളേജസ് ആൻഡ് സ്കൂൾസ് ബൈ പ്രൊവൈഡിങ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി. സോ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ കോളേജുകളിലെയും സ്കൂൾസിനെയും നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് എർനെറ്റ് എന്ന് പറയുന്നത്. Second one is
EduSat, Education Satellite. Education Satellite was launched mainly for purpose of education in India. ഇൻ്റർനെറ്റ് കൊണ്ടുവന്നതിൻ്റെ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കൊണ്ടുവന്നതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലേക്ക് നമ്മൾ ഇൻ്റർനെറ്റ് കൊണ്ടുവന്നതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മറ്റേത് കാര്യങ്ങൾക്കൊന്നുമല്ല. ഡാറ്റ ട്രാൻസ്ഫർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. അതായത് യൂസിങ് ഇൻ്റർനെറ്റ് എങ്ങനെ നമുക്ക് കോഴ്സസ് അല്ലെങ്കിൽ ആൾക്കാരനെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് നമ്മൾ ഇൻ്റർനെറ്റ് തന്നെ കൊണ്ടുവന്നത്. അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്ന EduSat. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മുടെ ഉദ്ദേശം എന്താണ്? സംഹൗ വി ഹാവ് ടു ഡെവലപ്പ് പീപ്പിൾ. We have to give them, provide them education. We have to enhance them. ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിൽ നിൽക്കാതെ, ഒരു ഹൈസ്കൂൾ ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ, ഒരു ഹയർ സെക്കൻഡറി മാത്രമല്ല, അതിലും കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാനും ഒരു എന്തെങ്കിലും ജോലിക്ക് ലക്ഷ്യമായിട്ടുള്ള രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള അങ്ങനെ അത്തരത്തിൽ ആൾക്കാരനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസോട് കൂടി തുടങ്ങിയിട്ടുള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. യൂസ് ദ പവർ ഓഫ് ടെലിവിഷൻ ടു ആക്ട് ആസ് എ മീൻസ് ഓഫ് എഡ്യൂക്കേഷണൽ നോളജ് ഡിസമിനേഷൻ. സോ ഇവിടെ നമുക്ക് വി ആർ നോട്ട് യൂസിങ് ദി മൊബൈൽ, വി ആർ നോട്ട് യൂസിങ് ദി കമ്പ്യൂട്ടർ. So what is the main means of communication here? We are using the television. അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു +2 സ്റ്റുഡൻസിനെ ക്ലാസ് ഇന്ന് ഏതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ടെലിവിഷൻ. കാരണം ആൾക്കാരുടെ വീട്ടിൽ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ടെലിവിഷൻ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവർക്കും കാണാം. ഇനി അതല്ല നമ്മുടെ വീട്ടിലില്ലാതെങ്കിലും തൊട്ട വീട്ടിലേലും നമുക്ക് പോയി കാണാനായിട്ടുള്ള സൗകര്യം. മൊബൈൽ ഫോൺസ് എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ പേഴ്സണലാണ്. അവർ പോകുമ്പോൾ ചിലപ്പോൾ അവർ കൊണ്ടുപോകും. ഇന്ന് എത്രയോ കുട്ടികളുണ്ട് പാരൻസിൻ്റെ കയ്യിലാണ് മൊബൈൽ. കുട്ടികൾക്ക് ക്ലാസ്സുകൾ കാണാനോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഫെസിലിറ്റി, കോമൺ ഫെസിലിറ്റി എന്താണ്? എല്ലാവരുടെ വീട്ടിലും എങ്ങനെ പോയാലും ഒരു ടെലിവിഷൻ ഉണ്ടായിരിക്കും. സോ ടെലിവിഷനാണ് മൊബൈലിനേക്കാളും കൂടുതൽ ഉള്ളതെങ്കിൽ നമുക്ക് ആ മീഡിയ യൂസ് ചെയ്തുകൂടെ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ് അതിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യുക. സോ എർനെറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? കോളേജസിനെയും സ്കൂൾസിനെയും കണക്ട് ചെയ്യാനായിട്ടുള്ളതായിരുന്നു. എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ് എന്തിനുള്ളതാണ്? മെയിനായിട്ട് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കൺസോർട്ടിയം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടെലിവിഷനെയാണ് നമ്മൾ മീഡിയ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇൻഫ്ലിബ്നെറ്റ്, ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെൻറ്റർ ആണ്. സോ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഓട്ടോണോമസ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ കണക്റ്റിംഗ് യൂണിവേഴ്സിറ്റി ലൈബ്രറീസ്. സോ പല യൂണിവേഴ്സിറ്റീസും എല്ലാവരും അവരുടെ ലൈബ്രറീസിന് ഡിജിറ്റൽ ലൈബ്രറീസ് ആക്കിയിട്ടുണ്ട്. സോ ഓരോ യൂണിവേഴ്സിറ്റീസും ആർ കണക്റ്റഡ് ആൻഡ് ത്രൂ ഇൻഫ്ലിബ്നെറ്റ് റിസർച്ച് സ്കോളേഴ്സ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്. സോ പല യൂണിവേഴ്സിറ്റീസും കണക്റ്റഡ് ആണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് റിസർച്ച് പേപ്പേഴ്സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇൻഫ്ലിബ്നെറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഓൾ ദി ഇനിഷ്യേറ്റീവ്സ് ടുവേർഡ്സ് ഓപ്പൺ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ വിത്ത് ഇൻഫർമേഷൻ ടെക്നോളജി. സോ നമ്മുടെ എർനെറ്റ്, എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൺസോർട്ടിയം, ആൻഡ് ദെൻ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ആയിട്ടുള്ള ഇൻഫ്ലിബ്നെറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഓൺലൈൻ കോഴ്സസിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഗവൺമെൻറ്
set off ചെയ്യുന്ന other things. Government set off to offer online courses on developing their own platforms. സോ ഗവൺമെൻറ് അവരുടേതായ ഒരു ഓൺ പ്ലാറ്റ്ഫോംസ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ട് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. കറൻ്റ്ലി ഇൻ ഇന്ത്യ എ ഹാൻഡ്ഫുൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹാവ് ദി ഫെസിലിറ്റീസ് ടു സ്റ്റാർട്ട് ഓർ സപ്പോർട്ട് സച്ച് ഇനീഷ്യേറ്റീവ്. അപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റീസും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഓൺലൈൻ കോഴ്സസ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. സം ഓഫ് ദീസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഫസ്റ്റ് തിങ് ഇസ് NPTEL, that is National Program on Technology Enhanced Learning. സോ ഇവിടെ മെയിനായിട്ട് IIT അവരൊക്കെ കൂടി ജോയിൻ ചെയ്തിട്ട് 7 IITs കൂടി ജോയിൻ ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഈ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവർ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ്, electrical, mechanical and ocean engineering, management, humanities, music, etc. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവർ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ NPTEL ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെക്നോളജി എൻഹാൻസ് ചെയ്യുന്ന ലേണിംഗ് ആണ്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെയാണെങ്കിലും നമുക്ക് എഞ്ചിനീയറിംഗ് കോഴ്സസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഈവൻ ഓഷ്യൻ എൻജിനീയറിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല ആർട്സിന് റിലേറ്റഡ് നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ദി 7 IITs ഹാസ് ജോയിൻഡ്. അങ്ങനെയാണ് പല കഥ പറഞ്ഞു, കുറച്ച് യൂണിവേഴ്സിറ്റീസും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ കൂടി ജോയിൻ്റ്ലി ചെയ്യുന്ന പ്രോഗ്രാമാണത്. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പോൾ ഇവർ അത്യാവശ്യം ദാറ്റ് ഈസ് 1200 കോഴ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കൾക്ക് ഓർമ്മയിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ദാറ്റ് ഈസ് എന്താ പറയുക, മൂക്ക് കിറ്റ് എന്നാണ് പറയാം. നമുക്ക് നമ്മുടെ കയ്യിൽ വില കൂടിയ മൊബൈലുകളില്ല, കമ്പ്യൂട്ടറില്ല, ഇറ്റ്സ് ഓക്കെ, ഒരു ചെറിയ ഒരു ഡം മൊബൈൽ ഉണ്ടായാലും നമുക്ക് മതി, നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. റൂറൽ ഏരിയാസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അത്രയും നമ്മളിപ്പോൾ യൂസ് ചെയ്യണ പോലെ അത്രയും ഹയർ എൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈലി ടെക്നോളജിക്കലി എല്ലാ പെർഫോമൻസും ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റംസ് പോലും ചിലപ്പോൾ കയ്യിൽ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺസ് പോലും കയ്യിലില്ലാത്തൊരവസ്ഥ ഉണ്ടായേക്കാം റൂറൽ ഏരിയാസിൽ. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഹൗ ദേ ക്യാൻ എഡ്യൂക്കേറ്റ്, ഹൗ ദേ ക്യാൻ എൻഹാൻസ് ദംസെൽവ്സ്. സോ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂക്ക് കിറ്റ് എന്ന് പറയുന്ന സംഭവം. സോ എന്താണ് മൂക്ക് കിറ്റ് എന്നുള്ളത് നോക്കാം. മൂക്ക് കിറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് MOOC management system built entirely using open source technology by Indian Institute of Kanpur. അപ്പോൾ ഞാൻ പറഞ്ഞു 7 IITസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ കാൺപൂരിലുള്ള IIT ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സംഭവം മൂക്ക് കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവർ ഡെവലപ്പ് ചെയ്തിരുന്ന ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഓപ്പൺ സോഴ്സ് ആണ്. സോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാം. അവർക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യാം. ഓക്കെ, it is a powerful system that can be used to offer online courses at any scale from micro to massive. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും വലിയ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ അവർക്കിത് എൻഹാൻസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഓഫർ MOOC, that is CMOOC, connectivity-based MOOC. It has been used in 15 courses with about 1 lakh registered learners. അപ്പോൾ ഇത് ഒരു 15 കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 lakh ലേണേഴ്സാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എത്രയോ ലക്ഷം ആൾക്കാർക്കാണ് ഇത് ഉപകാരപ്രദമാവുന്നത്.
സോ ഇവിടെ വരുന്നത് എന്താണ്? ഓപ്പൺ സോഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാരെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? മൂക്കിറ്റ് എന്ന് പറയുന്നത് IIT കാൺപൂരിലുള്ളത് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. കാൺപൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സ്റ്റുഡൻസും സ്റ്റാഫും കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ മെയിൻ പർപ്പസ് എന്താണ്? ദാറ്റ് ഈസ് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് ഡെവലപ്മെൻറ്റിനുള്ളതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ലേണേഴ്സ് ബിലോങ് ടു റൂറൽ ഏരിയാസ് ആൻഡ് നോട്ട് ഹാവിങ് സ്മാർട്ട് ഫോൺസ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണ്? സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളായാൽ പോലും, അതേപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ല, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല, ഹൈ ബാൻഡ്വിഡ്ത്ത് ഇല്ല. സോ അവരുടെ കയ്യിലുള്ളത് ഒരു ഡംപ് ഫോണായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബേസിക് ഫോണായിരിക്കാം. അതുണ്ടായാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോഴ്സസ് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും. One more special feature of MOOC Kit is the support of a very powerful analytics interface. Along with the instructor, it also allows the learner to view their course activities, which is not commonly provided in any other platform. So course activities അടക്കം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെറും നമ്മുടെ കയ്യിൽ എന്തുണ്ടായാൽ മതി? ഒരു ബേസിക് ഫോൺ ഉണ്ടായാൽ മതി. സ്മാർട്ട് ഫോൺ വേണമെന്നില്ല, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണമെന്നില്ല, ബാൻഡ്വിഡ്ത്ത് വേണമെന്നില്ല, ഹൈ ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണത്. ഓക്കെ, അതാണ് MOOC കിറ്റിൻ്റെ സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് ഈസ് IIT Bombay. This is a non-profit MOOC platform developed by IIT Bombay using the open source platform. Open Education, it is EDX in 2014. It was created with funding from National Mission of Education through Information and Communication Technology. So, ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് IIT Bombay. സോ ഈ 7 IITസും ഇൻവോൾവ്ഡ് ആണ്. ഓരോന്നും അവരവരുടേതായ ഒരു സ്പെഷ്യലായിട്ടുള്ള കോഴ്സസ്, അതല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ്സും ഗോൾസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് IIT കാൺപൂർ, MOOC കിറ്റാണ് അവർ വന്നിട്ടുള്ളത്. ഇവിടെ IIT ബോംബെ എക്സ് മെയിനായിട്ട് എഡ്യൂക്കേഷൻ തന്നെയാണ്. ഇവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം തന്നെയാണ്. സോ ഓപ്പൺ സോഴ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം. പ്രൊപ്രൈറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചിലപ്പോൾ അതിൻ്റേതായ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം, എല്ലാവർക്കും അത് ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവരുടേതായ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഓപ്പൺ സോഴ്സ് ഇറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സോ മിനിസ്ട്രി ഓഫ് HRD, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അവർക്ക് ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ട് പറ്റിയിട്ടുള്ളത്. കറൻ്റ്ലി ഇത് 63 കോഴ്സസാണ് IIT ബോംബെ എക്സ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, പല സബ്ജക്ട്സും പല ഡിസിപ്ലിൻസിലുമുള്ള ദാറ്റ് 63 കോഴ്സസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് സ്വയം. എന്താണ് സ്വയംനെ കുറിച്ചിട്ട് പറയാനുള്ളത്? സ്വയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിറിംഗ് മൈൻഡ്സ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ചെറുപ്പം കുട്ടികളിനെയാണ്. ഓക്കെ, അപ്പോൾ അതായത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി റിസോഴ്സ് ഫോർ ദാറ്റ്. സോ അവരിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വയം എന്ന പ്ലാറ്റ്ഫോമിലൂടെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന MOOC പ്ലാറ്റ്ഫോം തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ MOOC പ്ലാറ്റ്ഫോം launched by the Ministry of HRD, Government of India, to bind online and offline education together. So ഇവിടെ not only online but they are also binding offline. അപ്പോൾ രണ്ടും ഓൺലൈനും ഓഫ്ലൈനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ആൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ലോഞ്ചിങ് 2000 courses to make it largest course catalog among all provided so far. For Swayam, an independent platform is developed. So Swayam എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വയം ചെയ്യാനുള്ള പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റഡി വെബ്സ്
ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ യങ് ആസ്പിറിങ് മൈൻഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് വൈ വി കോൾ ഇറ്റ് ആസ് സ്വയം എന്ന് പറയുന്നത്. സോ ഇവിടെ ഓഫർ ചെയ്യുന്നത് 2000 കോഴ്സസ് ആണ്. 2000 കോഴ്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എന്താ പറയുക, ഒരു 15 കോഴ്സസ് ആണ് IIT കാൺപൂർ ഡെവലപ്പ് ചെയ്തത്. 63 കോഴ്സസ് ആണ് IIT ബോംബെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വയം എന്ന് പറയുന്നതിൽ നമ്മൾ ഒരു വലിയ നമ്പർ ഓഫ് കോഴ്സസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് 2000 കോഴ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, learners across the country can get credit for MOOC courses offered on Swayam, and they can get their credits transferred and recognized at the parent institution. അപ്പോൾ നമുക്കിത് എവിടെ വേണമെന്നുണ്ടെങ്കിലും ആക്സസ് ചെയ്യാനും ഇതിൻ്റെ പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് രജിസ്ട്രേഷനും അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ പാരൻറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ കറൻ്റ്ലി സ്വയം ഓഫേഴ്സ് ദ കോഴ്സസ് ഫോർ സ്കൂൾസ്, സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. The responsibility of delivering courses is assigned to 6 institutes based on their type: NCERT, NIOS. It is mainly ഓപ്പൺ സ്കൂൾ സിസ്റ്റം തന്നെയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഇഗ്നോ ഫോർ ഔട്ട് ഓഫ് സ്കൂൾ ലേണേഴ്സ്, സ്കൂളിലല്ല പക്ഷേ ഔട്ട് ഓഫ് സ്കൂൾ, ഔട്ട് ഓഫ് കോളേജസ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വയം എന്ന് പറയുന്ന നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കാര്യമെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലെറ്റേഴ്സ് എന്താ പറയുക, ഇന്ത്യയിൽ കുറച്ചും കൂടിയും കോഴ്സസ് അവരെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ആരൊക്കെയാണ്? 7 IITs ഇൻ ഇന്ത്യ ആണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. അതേപോലെ തന്നെ ഇവരുടെ കൂടെ ആരുണ്ട്? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. സോ HRD ഡെവലപ്മെൻറ്റിലുള്ള മിനിസ്ട്രി കൂടെ ഉണ്ട്, സപ്പോർട്ടുണ്ട്. ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടും കൂടിയിട്ടാണ് വി ആർ ഡെവലപ്പിംഗ് ദീസ് കോഴ്സസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഹൗ ഫാർ ഇറ്റ് ഈസ് developed as an industry, how far it is growing as an industry. എങ്ങനെയാണ് ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്? സോ ഒരു ഇൻഡസ്ട്രി ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണമെന്നുള്ള നമ്മൾ കറൻ്റ്ലി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടൻറ്റ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാക്സിമം ഈ ലേണേഴ്സിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ദി കണ്ടൻറ്റ് പ്രൊവൈഡേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ദ മാർക്കറ്റ് ആർ വിറ്റ്നസിങ് ദ ഹയസ്റ്റ് ഗ്രോത്ത് ഡ്യൂ ടു ഇൻക്രീസ് ഡിമാൻഡ് ഫോർ കോഴ്സ് മെറ്റീരിയൽസ്. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ കോളേജിൽ പോകുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ സ്കൂളിൽ 2 months വെക്കേഷൻ കിട്ടുമ്പോഴേക്കും കുട്ടികൾ ദേ ആർ സെർച്ചിങ് ഫോർ എനി ഓൺലൈൻ കോഴ്സസ്. ഓൺലൈനായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് സ്കിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. സോ സം ഓർ ഹൗ ആൾക്കാരൊക്കെ ദേ ആർ ബെനിഫിറ്റഡ്. ഓക്കെ, ദേ ആർ ബെനിഫിറ്റഡ് ബൈ ദി എന്തെങ്കിലും ഒരു രീതിയിലുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ അവരെ പഠിക്കാനായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ അതിലെപ്പോഴും അപ്പോൾ അങ്ങനെ ഒരു ഇൻക്രീസ്ഡ് ഡിമാൻഡ് വന്നപ്പോഴാണ് ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ ഈ കണ്ടൻറ്റ്, എത്രത്തോളം ഈ കണ്ടൻറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഡിഫറെൻറ്റ് കോഴ്സസാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള കോഴ്സസാണ് എന്നെല്ലാവരും അന്വേഷിക്കുന്നത്. അപ്പോൾ അവരെ അന്വേഷിക്കുന്നതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്? മേജർ ടെക്നോളജീസ് യൂസ്ഡ് ഇൻ ഇ ലേണിംഗ്. അപ്പോൾ അതിൽ ടെക്നോളജിയിൽ വരുന്നത് മൊബൈൽ ലേണിംഗ് ആണ് വരുന്നത്. Okay, mobile learning is the ability of an individual to obtain or provide educational content
on personal pocket devices such as PDA, smartphones and mobile phones. ഓക്കെ, മൊബൈൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ പോക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പേഴ്സണൽ ഡിവൈസസ്, മൊബൈൽ ഫോൺസ് ആയിരിക്കാം, പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ആയിരിക്കാം, സ്മാർട്ട് ഫോൺസ് ആയിരിക്കാം, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊബൈൽ ലേണിംഗ് എന്ന് നമ്മൾ പറയുന്നത്. Okay, these devices with access to internet connection or with the availability of the resources on itself will be a great source of e-learning. So ഇതിനും നമുക്ക് ഏതിൻ്റെ ഹെൽപ്പ് വേണം? ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. സോ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തിട്ട്, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻ വി ക്യാൻ റീച്ച് അവർ ഗോൾ. അപ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ അല്ലെങ്കിൽ ഏതാണോ ഈ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദീസ് ഡിവൈസസ് ആർ ഈസിലി പോർട്ടബിൾ വിത്ത് ദ യൂസർ ആൻഡ് ക്യാൻ ക്യാരി ദം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇന്നത്തെ എന്താ പറയുക, നമ്മുടെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സാധാരണ കുട്ടികൾ പറയും അവരവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാലാണ് അവർക്ക് സ്കൂളുകളിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എവിടെയായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് നമുക്ക് എവിടെയായാലും പഠിക്കാനുള്ള ഫെസിലിറ്റിയാണുള്ളത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പം നമ്മൾ വേറെ വീടുകളിലാണ്, നോ പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഉണ്ട്, പോർട്ടബിൾ ഡിവൈസസ് ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ എന്ന് പറയുന്നത് മൈക്രോ ലേണിംഗ് ആണ് രണ്ടാമത്തെ. അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു? നമുക്ക് മൊബൈൽ ലേണിംഗ് ആയിരുന്നു. രണ്ടാമത്തെ മൈക്രോ ലേണിംഗ് ആണ്. മൈക്രോ ലേണിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? മൈക്രോ ലേണിംഗ് ഇൻവോൾവ്സ് learning in smaller steps and goes hand in hand with traditional e-learning. Activities that are micro learning based usually feature short-term lessons, project or coursework that is designed to provide the student with bits of information. So micro എന്ന് പറയുമ്പോൾ തന്നെ you can ഏകദേശം നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. ചെറിയ ദാറ്റ് ഈസ് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണത്. ഓരോ ചെറിയ ബിറ്റ്സായിട്ട് അവർക്ക് ചെറിയ പ്രൊജക്റ്റ് വർക്കുകളായിട്ട്, അതായത് ദ എൻറ്റയർ സബ്ജക്റ്റിനെയോ അതല്ലാതെ എൻറ്റയർ കോഴ്സിനെയോ നമ്മൾ സ്മോൾ ബിറ്റ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രൊജക്റ്റ് വർക്കായിട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് വർക്കായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വർക്ക് എന്നൊരു അസൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മൈക്രോ ലേണിംഗ് ഇസ് എ വേ ഓഫ് ടീച്ചിങ് ആൻഡ് ഡെലിവറിങ് കണ്ടൻറ്റ് ടു ലേണേഴ്സ് ഇൻ സ്മോൾ വെരി സ്പെസിഫിക് മോഡ്യൂൾസ്. അപ്പോൾ അത്രയും എലാബറേറ്റ് ചെയ്ത് അത്രയും എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പോണില്ല, കൊടുക്കുന്നത് ഷോർട്ട് മൊഡ്യൂൾസായിട്ട് എന്താ പറയുക, കുറേശ്ശെ കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. The learners are in control of what they are learning and when they are learning. സോ നമ്മൾ എന്താണ് പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, എപ്പോഴാണ് പഠിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. കാരണം ഒരു വാസ്റ്റ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല. സോ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് കാര്യങ്ങളെ നമ്മൾ കൊടുക്കണുള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ വളരെ നന്നായിട്ട് നമുക്ക് പഠിക്കാനും സ്പെസിഫിക് ആയിട്ടുള്ള സ്മോൾ മൊഡ്യൂൾസ് ആയിട്ടാണ്, അപ്പോൾ ഈസി ടു ലേൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾ ദീസ് ആസ്പെക്റ്റ് എൻഷുർ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഈസിലി ആക്സസ്ഡ്, ക്വിക്ക്ലി കംപ്ലീറ്റഡ് ആൻഡ് ഈസിലി അപ്ലൈഡ് ബൈ ദി ലേണേഴ്സ്. അപ്പോൾ ഈ നമ്മൾ ചെറിയ പാർട്ടുകളായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വേഗം പഠിക്കാനും പറ്റും, അതേപോലെ തന്നെ ലേണേഴ്സിന് അത് അതേപോലെ തന്നെ വേഗം യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ചില കാര്യങ്ങൾ ചില ആപ്ലിക്കേഷൻസ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ആ ടെക്നോളജി എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ടോപ്പിക് ആയിരിക്കാം. സോ ഏത് കോഴ്സാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ചെറിയ കോഴ്സസ് ആയിരിക്കാം, ചെറിയ കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് എത്രയും പെട്ടെന്ന് എന്താ പറയുക ലേണേഴ്സിനെ കേപ്പബിൾ ആക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ മൈക്രോ ലേണിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്.
It refers to the ever-growing network of physical things or objects around us which hold IP address for internet connectivity and the communication that occurs between these connected objects and other internet-enabled devices and system. ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റും ഓൾ തിങ്സ് എന്തിനു വേണ്ടി ദാറ്റ് ഈസ് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് വയ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾക്കും നമുക്കിവിടെ എന്ത് വേണം? ഇൻ്റർനെറ്റ് ഫെസിലിറ്റി വേണം. നമ്മളെപ്പോഴും വി ഹാവ് ടു സ്റ്റേ കണക്റ്റഡ് എന്നുള്ള കാര്യങ്ങളാണ്. സം മേജർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Learner is a part of the learning system as an entity, continuous tracking of learner by the system, continuous updates to learners. സോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലേണർ എവിടെയാണ്, എങ്ങനെയാണ്, ആളുടെ ഇവാലുവേഷൻ, ആളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വി ആർ ഓൾവേസ് കണക്റ്റഡ് എന്നുള്ള കാര്യങ്ങളാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്, IoT എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലൗഡ് ബേസ്ഡ് e-learning. ക്ലൗഡ് ബേസ്ഡ് e-learning ആണ് വരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇസ് ക്രിയേറ്റിംഗ് ഇമ്പാക്റ്റ് in the field of education and business. These learning systems are hosted on the internet and can be easily accessed by logging into service provider's site rather than installing all the software and course on users or learners computer. So ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള e-learning ആണ്. ഇവിടെ നമ്മൾ സാധാരണ ഒരു കോഴ്സ് നമ്മൾ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യും, ചില സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്ലൗഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? e-learning യൂസ് ചെയ്യാനായി നമുക്ക് നേരിട്ട് സെർവറിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ കോഴ്സസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓൾ അതർ ലേണേഴ്സ് ഇതൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് e-learning മെത്തഡോളജി ഏതിലൂടെ? നമ്മുടെ ക്ലൗഡ് e-learning മെത്തഡോളജി. അതിൽ വരുന്ന ഫാസ്റ്റർ ഡിപ്ലോയ്മെൻറ്റ്, കോസ്റ്റ് പ്രെഡിക്റ്റബിലിറ്റി, ഈസിയർ ടു മെയിൻറ്റെയിൻ, മോർ സ്റ്റോറേജ് സ്പേസ്, ഫുള്ളി കസ്റ്റമൈസബിൾ ആൻഡ് സ്കെയിലബിൾ, ലേണർ ഓറിയൻറ്റഡ് സർവീസ് റിക്വസ്റ്റ്. സോ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറുകളിലേക്കോ നമുക്കിതൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഡയറക്റ്റായിട്ടുള്ള കണക്ടിവിറ്റി, അതായത് സെർവറായിട്ട് ഡയറക്റ്റ് കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഈസിലി കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ഗെയിമിഫിക്കേഷനിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്സ് ആയിരിക്കാം, എസ്തെറ്റിക്സ് ആയിരിക്കാം, ആൻഡ് ഗെയിം തിങ്കിങ് ടു എൻഗേജ് പീപ്പിൾ, മോട്ടിവേറ്റ് ആക്ഷൻ, പ്രൊമോട്ട് ലേണിംഗ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തും ഒരു ഗെയിമിലൂടെ ആയിരിക്കും. സോ എന്താ പറയുക, ഗെയിം ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ തന്നെ പഠിക്കാനായാലും അല്ലെങ്കിൽ അത് റിമെമ്പർ ചെയ്യാനും കുട്ടികൾക്ക് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ്, ലേണേഴ്സിന് കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഹെൽപ്പിംഗ് ലേണേഴ്സ് ഫർദർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ ന്യൂ ഇൻഫർമേഷൻ ദേ വാണ്ട്. This type of e-learning is done through games and it really depends on the program and the audience desires. Next is ഇതിൽ വരുന്നത് അഡാപ്റ്റീവ് e-learning ആണ്. അഡാപ്റ്റീവ് e-learning എന്ന് പറയുമ്പോൾ അഡാപ്റ്റീവ് e-learning uses computers as interactive teaching devices. സോ നേരത്തെ നമ്മളൊരു ഇതിൽ ടെലിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പിന്നെ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ മൊബൈൽ ഡിവൈസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് e-learning നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഴ്സാണ്. This methodology arranged the allocation of human and mediated resources according to the unique learning needs of each learner. ഓരോ ലേണറിൻ്റെയും അവരുടെ യുണീക്ക് നീഡ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിങ് ആൻഡ് ഇറ്റ് ഹാസ് ഒറിജിൻ ഫ്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാർട്ടഡ് ഗെയിനിങ് ഇറ്റ്സ് പോപ്പുലാരിറ്റി.
അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ തന്നെ ട്യൂട്ടറിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് വരുന്നത്. അഡാപ്റ്റീവ് ഇ ലേണിങ്ങിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ആക്സസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ. And seventh one is augmented reality. This technology superimposes a computer generated image on a user view of real world. It is related to a more general concept called mediated reality. So whenever the learner wants to know more of the things he is seeing in the real world. അപ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ റിയൽ വേൾഡ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ റിയാലിറ്റിയിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഇതിപ്പോൾ റിയാലിറ്റി അല്ലെങ്കിൽ ഇൻ പ്രാക്ടീസിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ വരുന്നത്. ഗൂഗിൾ ക്ലാസ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. സോ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ റിയൽ വേൾഡ് എന്നുള്ളത്. Some benefits of augmented reality in case of e-learning വരുന്നത് easy, instant, deep learning of things and huge collection of information. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് ഡീപ്പറായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ഈസ് വീഡിയോ ലേണിംഗ് ആണ്. വീഡിയോ ഇ ലേണിങ്ങിൽ വരുന്നത് that is this kind of e-learning gives a very quick idea and helps to understand the things with multimedia effect. അപ്പോൾ നമ്മളിതിൽ ഓഡിയോ, വീഡിയോ, വിഷ്വൽസ്, ഇമേജസ് ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ക്ലീൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ലേണിങ്ങിലൂടെ സാധിക്കും. And ninth one is beacon e-learning ആണ്. This beacon e-learning or beacon technology is a wireless devices that transmit signals to other nearby devices. Other devicesലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് that is we can transmit signals. So അങ്ങനെ യൂസ് ചെയ്ത് ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് വിത്ത് വെരി ലോ എനർജി മതി നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ വരുന്നത് ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നോളജീനെയാണ് ബീക്കൺ ഇ ലേണിംഗ് ടെക്നോളജി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ്. This technology can also be a great importance to e-learning world. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും പല ഇതിലും ടി വി ഷോസിലൊക്കെ നമ്മൾ ചില കുറച്ചും കൂടിയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പല സ്പെഷ്യലൈസ്ഡ് സ്കില്ലുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വി ആർ ക്രിയേറ്റിംഗ് ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യലി. സോ അവരെ സ്പെഷ്യലൈസ്ഡ് സ്കില്ലിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ DNA സ്ട്രക്ചർ എടുക്കുകയാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ നമ്മുടെ ഡീപ്പർ നോളജിലേക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക വൈഡ് ഇൻഫർമേഷൻ അറിയാനൊക്കെയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ട്സ് ആർ നോട്ട് സെയിം തിങ്സ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് is intelligent software which is designed to take some intelligent actions reading entire environment around it. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് നോളജുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലേണിങ്ങിൻ്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ലേണിങ്ങിൻ്റെ വേരിയസ് പ്ലാറ്റ്ഫോംസ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നത്. ഓക്കെ. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമുക്കിതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. So thank you.